ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സോയാബീൻ കറിയുടെ റെസിപ്പിയായിട്ടാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കിനി സോയാബീൻ ഒന്ന് തിളപ്പിച്ച് മാറ്റി വയ്ക്കാം. പാനടുപ്പിൽ വെച്ച് വെള്ളം വെച്ചതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് സോയാബീൻ ഇട്ട് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. നമുക്ക് തണുത്തതിന് ശേഷം ഒന്ന് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതിനുള്ള മസാലകൾ കൂട്ടാം. ഞാൻ ഇവിടെ 3 സവാള, 2 തക്കാളിപ്പഴം, 2 പച്ചമുളക്, 6 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഓയിലൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കടുകിട്ട് കൊടുക്കാം. ശേഷം നമുക്ക് കുറച്ച് പെരുംജീരകം, 2 പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം, ഉള്ളി പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ. ശേഷം നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി തക്കാളിപ്പഴം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തക്കാളി സവാള എല്ലാം നല്ലപോലെ വാടി കഴിയുമ്പോൾ നമുക്ക് 2 ടീസ്പൂൺ ചിക്കൻ മസാല, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. തിളപ്പിച്ച വെള്ളം വേണം ഒഴിച്ച് കൊടുക്കാൻ. ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ സോയാബീനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് എളുപ്പം വയ്ക്കാവുന്നൊരു കറിയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്കിനി 1 സ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് വാങ്ങി വയ്ക്കാം. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെ എല്ലാം ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ.